ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഫിൻജാൽ ചുഴലിക്കാറ്റായി. ഇന്ന് ഉച്ചയോടെയാണ് ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. 90 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട്. തെക്കൻ കേരള തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവരങ്ങളുമായി ടിൻറ്റു ദാസ് ചേരുന്നു. ടിൻറ്റു, വലിയ കാറ്റിൻ്റെ സാധ്യതകളാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് ഫിൻജാൽ ചുഴലിക്കാറ്റായി മാറുന്നു. ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് ഇത്തരത്തിലേക്ക് മാറുന്നത്. മത്സ്യബന്ധനത്തിനും നിയന്ത്രണമുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ടിൻറ്റു. വിനോദ, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് ഉച്ചയോട് കൂടിയാണ് ചുഴലിക്കാറ്റായിട്ട് മാറിയത്. ഈ വർഷം വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെടുന്ന മൂന്നാമത്തെ ചുഴലിക്കാറ്റാണ് ഫിൻജാൽ. നേരത്തെ 2 മാസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. ഇതിന്റെ സ്വാധീനത്തിൽ വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നത്. ഫിൻജാൽ ചുഴലിക്കാറ്റ് വരുന്ന ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കാനും സാധ്യത. ഇതിന്റെ സ്വാധീനത്തിൽ തമിഴ്നാട്, പോണ്ടിച്ചേരി തുടങ്ങിയ മേഖലകളിൽ 90 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കാം. കേരള തീരത്ത് അത് 55 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയടിച്ചേക്കാവുന്ന സാധ്യത മുന്നിൽ കാണുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക തീരങ്ങളിലേക്ക് മീൻ പിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികൾ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണമെന്ന് കാലാവസ്ഥാ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ ഡിസംബർ 1, 2, 3 തീയതികളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തിയായ മഴയ്ക്കും സാധ്യതയായി കാണുന്നുണ്ട്. നാളെ തമിഴ്നാട് തീരം തൊടുമെന്ന് പ്രതീക്ഷിക്കുന്ന ചുഴലിക്കാറ്റിന്റെ ശക്തി കുറയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബംഗാൾ തീരത്ത് രൂപപ്പെട്ട ചുഴലിക്കാറ്റ് കിഴക്കൻ മേഖല, അതായത് ആന്ധ്ര തീരങ്ങളിലേക്കാണ് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതെന്നുമാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സൗദി അറേബ്യയാണ് ഫിൻജാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും ഫിൻജാൽ ചുഴലിക്കാറ്റ് രൂപം കൊള്ളുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ വരുന്ന ദിവസങ്ങളിൽ 5 ദിവസങ്ങളിൽ ഇടിയോടുകൂടിയ മഴ പെയ്യാൻ സാധ്യത. കേരള, ആന്ധ്ര തീരങ്ങളിൽ ഒക്കെ തന്നെ മത്സ്യബന്ധനത്തിനും നിയന്ത്രണമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻറ്റു ദാസ്.